ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹമുള്ള ആളാണ് നിങ്ങൾ, പക്ഷെ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനൊരു സിറ്റുവേഷനിലാണോ നിങ്ങൾ നിൽക്കണത്? അങ്ങനെയാണെങ്കിൽ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം എനിക്കിപ്പോൾ ഇന്നതാവണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പേഴ്സണലി പറയുവാണ്, എന്താ പറയുക, സിൻസിയറായിട്ട് പറയുവാണെങ്കിൽ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യേണ്ട കാര്യം, അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് എന്തായാലും അറിയില്ല, എന്തെങ്കിലും ഒരു വഴി മുമ്പിൽ വരുമായിരിക്കും, ഞാൻ ഒന്ന് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങട്ടെ, അത്രയും നേരം ടെൻഷൻ അടിക്കില്ലല്ലോ, അല്ലെങ്കിൽ ഇച്ചിരി ഭക്ഷണം കഴിക്കട്ടെ. ഈ ഭക്ഷണം കഴിച്ചും ഫുൾ ടൈം കിടന്ന് ഉറങ്ങി അങ്ങനെ ലൈഫ് തീർക്കുന്നവർക്ക് ട്രസ്റ്റ് മീ ഒരിക്കലും സക്സസ് ആകാൻ പറ്റില്ല. നിങ്ങൾക്ക് വിജയിക്കണോ? 10 മണിവരെ കിടന്നുറങ്ങാം നിങ്ങൾക്ക്, നിങ്ങൾ വിജയിച്ചതിന് ശേഷം മാത്രം. അതായത് ബിസിനസ് നോക്കാൻ എൻ്റെ സൂപ്പർവൈസറുണ്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഹെഡുണ്ട്, അങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാം. അതല്ലാതെ നിങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിജയിക്കാൻ പോണില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വ്യക്തമായിട്ടുള്ള പ്ലാൻ. ആ പ്ലാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, പിന്നെ ഞാൻ എൻ്റെ പ്ലാൻ തയ്യാറാക്കും എന്നാണ് നിങ്ങളുടെ മൈൻഡിലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കുക. നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടും. അതിന് പേഴ്സണൽ എക്സാമ്പിളാണ് ഞാൻ. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് അത് ഒരു പുതിയ തുടക്കമാണെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ സപ്ലൈ അടിച്ച് പണ്ടാറടങ്ങി ഇനിയിപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഒരു തുടക്കമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനാണ് എപ്പോഴും ഒരു ബിസിനസ് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നവർക്ക് ബിസിനസ്സിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയിക്കാൻ പറ്റും, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് നേടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. ഇന്ന് വിജയിച്ച് നിൽക്കുന്ന എല്ലാവരും എന്താ പറയുക, ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാൾ, അയാൾ ഇപ്പോൾ അയാളുടെ മുന്നത്തെ തലമുറകളെല്ലാം ഇതിന് മുന്നത്തെ തലമുറകളെല്ലാം എന്താ പറയുക, ലോ മിഡിൽ ക്ലാസ് ആണ്, പക്ഷെ അയാളിപ്പോൾ അപ്പർ ക്ലാസ് ഫാമിലിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് അവന് കിട്ടിയല്ലോ, അയാൾ വെറുതെ ഉണ്ടാക്കിയല്ലോ, ആൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് എല്ലാവരുടെ കേസും. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക, ബാക്കിയെല്ലാം ടെസ്റ്റിലേക്ക് വിടുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടാതിരിക്കില്ല. കാരണം നമ്മൾ എന്താ പറയുക, നമ്മുടെ 50% ബാക്കി 50% ദൈവത്തിൻ്റെ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നമ്മൾ പ്രയത്നിച്ച് ഉറപ്പായിട്ടും ഫലം ഉണ്ടാവും. വ്യക്തമായ പ്ലാനോട് കൂടി മുമ്പോട്ട് പോകണം. ഹാർഡ് വർക്ക് മാത്രമല്ല, സ്മാർട്ട് വർക്കും അതിൽ വേണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ തയ്യാറാക്കുക. ഇന്ന കാര്യങ്ങൾ ഞാൻ ഇന്നപോലെ ചെയ്താലാണ് വിജയിക്കുള്ളൂ. അപ്പോൾ ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ ആദ്യം എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഡൗട്ടുള്ളവർ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.